വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതും ക്ലാസ് അല്ല, CPO WCPOയ്ക്ക് ജൂൺ 20 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്ക് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് അറിയത്തില്ല, NCERT ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഇപ്പോഴും അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. നേരത്തെ അറിയാവുന്നവർക്കാണെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കി ഈ ചാപ്റ്ററൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഈ ചാപ്റ്ററൊക്കെ ഞങ്ങൾക്ക് അറിയാവോ എന്ന് ഫൈനലൈസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് പ്രസ്താവന ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അത് എഴുതണമെങ്കിൽ SCERT നോക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ കൂടുതലും ഇപ്പം 40 ഇതുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യനോളം പ്രസ്താവന തന്നെയാണ് അവർ ചോദിക്കാറ്. അതിൽ ഒന്നാമത്തെ ചരിത്രം എന്നുള്ളത് നമ്മൾ കാണുന്നുള്ളൂ. ഫസ്റ്റ് ചരിത്രത്തിൽ വരുന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അധിനിവേശവും ചെറുത്തുനിൽപ്പുമാണ് സോഷ്യൽ സയൻസിലെ പാർട്ട് 1 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആണിത്. അധിനിവേശവും ചെറുത്തുനിൽപ്പും. രണ്ടാമത്തേത് ദേശീയ പ്രസ്ഥാനവും കേരളവും, അത് SS പാർട്ട് 2 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആണ്. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് CPO WCPക്ക് പഠിക്കേണ്ട ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 ചാപ്റ്റേഴ്സ്. ഇനി NCERTയുടെ ഇത് ശരിക്കും തറവായിട്ട് പഠിക്കുകയല്ല, വേണ്ട, വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ അകത്ത് പ്രസ്താവനകൾ പ്രസ്താവനയ്ക്കകത്ത് 1-2 പോയിന്റ്സ് വന്നാൽ നമുക്ക് കിട്ടാൻ പാകത്തിന് അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്ന്, കേരളം ആധുനികതയിലേക്ക് 12ാം ക്ലാസ്സിലെ നോട്ട് പുസ്തകത്തിൽ നിന്നാണ്. 2, ആധുനിക പൂർവ്വ കേരളവും സമ്പദ് വ്യവസ്ഥ സമൂഹം ഭരണാധികാരം, അതും 12ാം ക്ലാസ്സിലെയാണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ സംബന്ധിച്ച വിവരങ്ങൾ പറഞ്ഞിരിക്കുന്ന SCERT ചാപ്റ്റേഴ്സാണ്. 1, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, അതും സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3. രണ്ടാമത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് SS-ൻ്റെ പാർട്ട് 1 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2. 3, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, SS പാർട്ട് 2 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ. 4, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, അത് SS പാർട്ട് 2 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6. ഇതിൻ്റെ നോട്ടുകൾ ഞാൻ ഈ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ SCERT ചെയ്ത് എൻ്റെ ചാനലിട്ടിട്ടുണ്ട്, കയറി നോക്കുക. NCERT കോളനി ഭരണവും, ഇതും വായിച്ച് മനസ്സിലാക്കി വെക്കുക. കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും ഔദ്യോഗിക പുരരേഖ ശേഖരങ്ങളുടെ പരിശോധന, 12ാം ചാപ്റ്റർ 12. കലാപകാരികളും രാജാവും, 1857 കലാപങ്ങളും അതിൻ്റെ ചിത്രീകരണവും, 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ്. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും സിവിൽ നിയമലംഘനവും അതിനപ്പുറവും, 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നിന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക്, സ്റ്റാൻഡേർഡ് 12. ഇനി ഇത്രയും നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടന. ഒന്നാമത്തെ ജനങ്ങളാൽ, സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ആണ്. 2, ഭരണഘടനയ്ക്കൊരു മുഖവര, അതും സോഷ്യൽ സയൻസ് പാർട്ട് 2 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ആണ്. ഭരണഘടന വഴിയും വഴികാട്ടിയും, SS പാർട്ട് 1 സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 3 ആണ്. 4, അധികാരം ജനങ്ങളിലേക്ക്, SS പാർട്ട് 2 സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 8 ആണ്. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, അതും SS പാർട്ട് 1 STD 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5. ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും, സോഷ്യൽ സയൻസ് പാർട്ട് 2 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, സോഷ്യൽ സയൻസിൽ പാർട്ട് 1 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ. ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, SS പാർട്ട് 2 STD 9 ചാപ്റ്റർ 7. അപ്പം ഇത്രയാണ്
അതിൻ്റെ അകത്തെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. സയൻസ് കവർ ചെയ്യുന്നതിലും ഒന്നുകൂടെ എളുപ്പം ഇത് കവർ ചെയ്യാനായിരിക്കും. അപ്പോൾ ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ട് സയൻസിൻ്റെ നോക്കുക. അപ്പോൾ ഈ മാർക്കുകൾ എന്തായാലും കിട്ടും എന്നും പറഞ്ഞാൽ അത് നോക്കാതെ പോകണമെന്നല്ല. ആ ഒരു 4 മാർക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിൻ്റെ അകത്തുനിന്നും ഉള്ള മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും നോക്കണം. ആദ്യം ഇത് നോക്കിയിട്ട് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി ചാപ്റ്റേഴ്സ് കുറവുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.